ഹായ് നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് സുസ്വാഗതം. അങ്ങനെ ഞാൻ എൻ്റെ ഓട്ടോറിക്ഷയുമായിട്ട് വർക്ക് ഷോപ്പിൽ വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കളി. വർക്കിങ് കുറച്ച് സ്പീഡാണ്. എണ്ണ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടോ എന്ന് സംശയം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വർക്ക്ഷോപ്പ് വന്നു വെച്ചാൽ കണ്ണൂർ ആയിക്കരയിൽ പിന്നെ കടയുള്ളത്. പഴയ പണ്ടത്തെ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഇല്ലേ, ഇത് ആ കാണുന്നതാണ് പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്. അതിൻ്റെ നേരെ എതിർവശത്ത് കാണുന്ന ഈ കടയാണ്. ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഇവിടെ പണി എന്ന് പറഞ്ഞാൽ പമ്പിൻ്റെയും നോസലിൻ്റെയും പണിയാണ്. നല്ല അടിപൊളി പണിയാണ്. നല്ല വൃത്തിയായിട്ട് എടുത്തു തരും, ഒന്നും പറയാനില്ല. ഇവരാദ്യം കണ്ണൂർ തെക്കി ബസാർ അവിടെ തുടങ്ങിയതായിരുന്നു. അവിടുന്ന് സ്വന്തമായിട്ട് ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നോസിൻ്റെ പമ്പിൻ്റെ നല്ല പണിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കി വിശ്വാസത്തിൽ പിറകെ വരും. ഇപ്പം ഞാൻ വെള്ളം കുടിച്ചത്, തണുത്ത വെള്ളം അത് കുടിച്ചപ്പോൾ ഏമ്പക്കം വന്നതാണ്. അതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ വണ്ടി കണ്ടോ, ഇത് അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ തുറന്ന് വെച്ചിട്ടുണ്ട്. എല്ലാം കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണം. ഓട്ടോറിക്ഷ മേഖലയിലുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും. അല്ലാത്തവരും കാണുക, ആസ്വദിക്കുക. ഓക്കെ, ബാ. അങ്ങനെ വർക്ക്ഷോപ്പിൽ ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാവരും പണിക്കാർ വരാൻ വേണ്ടിയിട്ട്. അവർ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അടിപൊളി പണിയാണ് ഇവിടെ എന്ന് പറയുന്നത് കേട്ടു. അപ്പം നമുക്ക് അതിൻ്റെ എന്താ പറയണ്ടേ, നമ്മുടെ ഈ ശരീരത്തിലെ കുടൽമാലകളും കുടലിലുള്ള പല അവയവങ്ങളില്ലേ, അതുപോലെ തന്നെയാണ് ഈ വണ്ടിയുടെ കാര്യത്തിലും എഞ്ചിനടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ. അത് ഒന്ന് കംപ്ലയിൻറ്റ് വന്നാൽ പണി കിട്ടും. അതുപോലെ നമുക്ക് വയറിന് കംപ്ലയിൻറ്റ് വന്നാൽ പണി കിട്ടും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഡോക്ടറെ കാണിക്കും. അപ്പോൾ ഈ ഡോക്ടറെ കാണിക്കുന്ന വേളയിൽ അതേപോലെ വർക്ക്ഷോപ്പിൽ നമ്മൾ വാഹനം എടുത്തിട്ട് വരും. വാഹനം ഇതേപോലെ കംപ്ലയിൻറ്റ് വരുമ്പോൾ, വേദന വരുമ്പോൾ വന്നേ പറ്റൂ. അപ്പോൾ ഇതാണ് നോസിൽ കണ്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതൊന്ന് അഴിക്കേണ്ടി വരും. അഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ വർക്കിങ് ഒന്ന് സ്മൂത്ത് ആക്കേണ്ടി വരും. ഇതൊക്കെയാണ് ചെറിയ പണിയാണ്, പക്ഷെ നല്ല പണിയാണ് ഇവിടെ എന്ന് പറയുന്നത് കേട്ടു. അതാണ് ഞാൻ ഓടി വന്നത്. ഒന്നും നോക്കിയില്ല. വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ ഇത് നേരെ കാണുന്നത് പണ്ടത്തെ ബസ് സ്റ്റാൻഡ്. പക്ഷേ ഇന്നവരെ ബസ് കയറിയിട്ടില്ല എന്നാണ് പറയുന്നത്. പണ്ടത്തെ പഴയ ആയിക്കര ടൗൺ സിറ്റി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ആ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇന്ന് വരെ അത് കയറിയിട്ടില്ല. ഇതാണ് ഈ കടയുടെ ഉൾഭാഗങ്ങൾ. ഓരോ സ്പാൻഡറും അതും ഇതുമെല്ലാം ഉണ്ട്. അടിപൊളി പണിയാണ്. നോസിലും എല്ലാം ക്ലീൻ ചെയ്യുന്നതാണ്. നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു തരും. അങ്ങനെ ഞാൻ അവരെ കാത്തിരുന്നു. വീണ്ടും ഞാൻ എൻ്റെ സ്റ്റെപ്പിരിയാണ് കേട്ടോ. നമ്മളെ സ്റ്റുഡിയോൻ്റെ ബാക്കിൽ കാണുന്നത്, നമ്മുടെ ഷോർട്സ് വീഡിയോയിലെല്ലാം കാണുന്ന ബാക്ക്ഗ്രൗണ്ടായി കാണുന്നത് അതിമനോഹരമല്ലേ, എങ്ങനെയുണ്ട്? ഇതാണ് നമ്മളെ സ്റ്റുഡിയോ കേട്ടോ. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്. ഇത് എൻജിന്, അതായത് സീറ്റെല്ലാം മടക്കി വെച്ച് അതിൻ്റെ ബാക്കിലത്തെ പ്ലേറ്റ് മൂടി തുറന്ന് വെച്ചിട്ടാവില്ല, കുറച്ച് തണുക്കണ്ടേ. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ പോയി ഒരു 1/4 മണിക്കൂർ കൊണ്ട് അവർ വരും. അതിൻ്റെ ആകുമ്പോൾ ഏകദേശം തണിയും. അപ്പോൾ അവർക്ക് സുഖമാണ് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല കാര്യം തന്നെ. തുറന്ന് വെച്ചത് കൊണ്ട് നല്ല കാര്യം. വർക്ക്ഷോപ്പിൽ പോയപാട് തുറന്ന് ഇതാക്കി കൊടുക്കുമ്പോൾ ചൂടായിരിക്കും. പണിയെടുക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തുറന്ന് വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് കാറ്റെല്ലാം കൊണ്ട് ഒന്ന് തണുത്തൊന്ന് ലെവലാകുമ്പോൾ എന്താവും, വണ്ടി അടിപൊളിയാവും. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ പണിക്കാർ ഭക്ഷണം കഴിക്കാൻ പോയിട്ടാണുള്ളത്. ഇപ്പം ഭക്ഷണം കഴിച്ച് വരുന്നവരെ വീഡിയോ എടുക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാറ്. ഓട്ടോ മേഖലയുള്ള കണ്ണൂരിലുള്ള ഓട്ടോറിക്ഷ മേഖലയിലുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല പണിയാണ്. അപ്പോൾ നമുക്ക് ആ പണിയിലേക്ക് കിടക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.